മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ ആസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ, അതായത് 1202 ചിങ്ങമാസം 1-ാം തീയതി മുതൽ 1202 കർക്കടക മാസം 32-ാം തീയതി വരെ വരുന്ന പുതുവത്സര ഫലങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് മിഥുനക്കൂറുകാരുടെ ഈ ഫലങ്ങളെക്കുറിച്ചാണ്. മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാല് തുടങ്ങിയ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ നിലകൊള്ളുന്ന നക്ഷത്രങ്ങൾ. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷമായിട്ടുള്ള 2025 കാലഘട്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം, അതായത് 2026 കാലഘട്ടം വളരെ അനുകൂലമായിട്ടൊരു വർഷമായിട്ടാണ് കാണപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ജൂണിൽ നടന്ന വ്യാഴമാറ്റം തന്നെയാണ്. മിഥുനക്കൂറുകാർക്ക് ജന്മവ്യാഴം, അതുപോലെ ജന്മവ്യാഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിഥുനക്കൂറിൽ തന്നെ നിൽക്കുന്ന വ്യാഴം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജന്മവ്യാഴം, അതുപോലെ തന്നെ കണ്ടകശനി, അതുപോലുള്ള പല വിഷമതകളിലൂടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു കടന്നുപോയത്. വ്യാഴമാറ്റത്തോടെ അവർക്ക് വളരെ വലിയ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ്. ചന്ദ്രാൽ 2-ാം ഭാവത്തേക്ക് ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് വ്യാഴം വരാനിടയായി. 2 എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രാൽ 2ന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാധനം വാക്ക്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അധ്യാപകർക്ക്, സ്കൂളുകളൊക്കെ നടത്തുന്ന മാനേജ്മെൻറ്റുകൾക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസം എല്ലാം ഇപ്പോൾ ഒരു ബിസിനസ്സാണല്ലോ, അപ്പോൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് ചെയ്യുന്ന ബിസിനസ് ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം സാമ്പത്തിക ലാഭവും ബിസിനസ് ഉന്നതികളൊക്കെ ഉണ്ടാവുന്നൊരവസ്ഥയാണ് ഈ കാലം. അതുപോലെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര ഇടപാടുകളിൽ പങ്കെടുക്കുന്നവരായിട്ടുള്ള കച്ചവടക്കാർ, അതുപോലെ ആൾക്കാർക്ക് വളരെ കച്ചവടമൊക്കെ വളരെ മുടക്കം ഉണ്ടായിരുന്നവർക്ക് പോലും സാമാന്യ രീതിയിലുള്ള വലിയ ഭേദപ്പെടലുകൾ ഉണ്ടായി എന്നുള്ളത് നമുക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് കച്ചവടം കൂടി, വരുമാനം കൂടി. അതേമാതിരി വക്കീലന്മാർ, പ്രാസംഗികർ, സാഹിത്യകാരന്മാർ, അധ്യാപകരാരും നേരത്തെ പറഞ്ഞു നമ്മൾ, അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം അങ്ങനെയുള്ളവരായിട്ടുള്ള മിഥുനക്കൂറുകാർക്കെല്ലാം ഈ വർഷം വളരെ പുരോഗമനപ്രദമാണ്. വ്യാഴം ചന്ദ്രയാൻ 2ലേക്ക് വന്നേക്കുന്ന സമയമാണ്. അപ്പോൾ എപ്പോഴും ഈ ഒരു കൊല്ലം മുഴുവൻ ചന്ദ്രയാൻ 2ലാണോ നിൽക്കുന്നത്? അല്ല. 2026 ഒക്ടോബർ അവസാനത്തോടെ വ്യാഴം 3-ാം ഭാഗമായിട്ടുള്ള ചിങ്ങത്തിലേക്ക് വരും. അങ്ങനെ ചിങ്ങത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോഴത്തെ ഈ ഭാഗ്യോദയത്തിന് ചെറിയൊരു മങ്ങലുണ്ട്. ഏതാണ്ട് ഒരു 2-3 മാസക്കാലം വലിയ രീതിയിലുള്ള വിഷയങ്ങളൊന്നുമല്ല. വ്യാഴം 3-ാം ഭാഗത്തേക്ക് മാറുകയാണെങ്കിലും ശുഭക്ഷേത്രമായിട്ടുള്ള ചിങ്ങത്തിലേക്കാണ് പോകുന്നത്. ശത്രുക്ഷേത്രമല്ല, വ്യാഴത്തിൻ്റെ ഇഷ്ടക്ഷേത്രം തന്നെയാണ് ചിങ്ങൻ രാശി. സുഖ രാശിയാണ്. അതിൻ്റെ പേരിലുള്ള പൊസിഷനും ധനാഭിവൃദ്ധിക്കും മനസമാധാനത്തിനും സുഖത്തിനും ഒക്കെ പെട്ടെന്നൊരു വലിയ കുഴപ്പമുണ്ടാവും എന്നല്ല, എങ്കിലും ചെറിയൊരു ഡിമ്മ് ആ സമയത്ത് അനുഭവപ്പെടും. അതിനുശേഷം 2027 ജനുവരി അവസാനത്തോടെ വീണ്ടും വ്യാഴം കർക്കിടകത്തിലേക്ക് തന്നെ തിരിച്ചു പോരും. അതിനുശേഷം 2027 ജൂൺ 26-ാം തീയതിയോടുകൂടി വ്യാഴം ചിങ്ങത്തിലേക്ക് പോയി ചേരുകയും ചെയ്യും. അങ്ങനെയാണ് ഈ വ്യാഴത്തിൻ്റെ യാത്ര.
അപ്പോൾ പൊതുവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചരാശിയിലേക്കുള്ള ഈ പോക്ക് മിഥുനക്കൂറുകാർക്ക് മകയിരമര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം തുടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും വളരെ ശുഭോദർക്കമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാലം തന്നെയാണ് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അവർക്ക് വേറൊരു ലോട്ടറിയും കൂടി വരാൻ പോകുന്നുണ്ട്. അത് പറയാൻ പ്രത്യേക സന്തോഷമുണ്ട്. 2-2.5 കൊല്ലമായിട്ട് സർവത്ര പ്രവൃത്തി മേഖലകളെയും തകിടം മറിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നടക്കാതെ സാമ്പത്തിക നഷ്ടം, തൊഴിലിൽ അലസത, മടി, ഞാനിനി വേറെ എന്തെങ്കിലും പണി നോക്കണോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാർക്കും അങ്ങനെയുള്ളൊരു പ്രവണതയ്ക്ക് കാര്യമായിക്കൊണ്ടിരുന്നത് 10ാം ഭാഗത്ത് നിന്നുകൊണ്ടിരുന്ന കണ്ടകശനിയാണ്. 10 മീനത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ കണ്ടകശനിയാണ്. വ്യാഴം അല്ല ഏതൊക്കെ ഗ്രഹങ്ങൾ എന്തെല്ലാം രീതിയിൽ നല്ലതായിട്ടാണെങ്കിൽ ഇപ്പോൾ ജാതകവശാൽ പോലും സമയം നല്ല സമയമാണെങ്കിൽ പോലും കണ്ടകശനി, ഏഴരശനി, അഷ്ടമശനി ഇത്യാദി കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് മോശകാലമാണ്. അപ്പോൾ അവർക്ക് ലോട്ടറി വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വളരെ നല്ലൊരു കാലം വരാൻ പോവുകയെന്ന് പറയാനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2027 6ാം മാസത്തോടെ, അതായത് ജൂൺ മാസത്തോടെ ശനി സൗരയൂഥത്തിൽ, അതായത് മീനൻ രാശിയിൽ നിന്ന് മേടത്തിലേക്ക് രാശി മാറുന്നത് ശനിയുടെ നീചരാശിയിലേക്കാണ്. 11ലേക്കാണ് ശനി മാറുന്നത്. 11ൽ ശനി വന്നു കഴിയുമ്പോൾ ഉണ്ടാവുന്ന വലിയ ലാഭം, അതേമാതിരി സർവാഭീഷ്ട സാഫല്യം, ഇതൊന്നും അത്രത്തോളം തന്നില്ലെങ്കിലും കണ്ടകശനിയുടെ ഉപദ്രവം മാറിക്കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത അവർക്ക് വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽപരമായ ഉയർച്ചകളെല്ലാം ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും, അധ്വാനത്തിന് ശരിയായിട്ടുള്ള പ്രതിഫലം ഉണ്ടാവും, പ്രമോഷനുകൾ, അതേമാതിരി ശമ്പള വർധനവുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വളരെ കാലങ്ങളായിട്ട് എന്തൊക്കെയോ രീതിയിലുള്ള അസ്വസ്ഥതകൾ, അസുഖങ്ങൾ പല ഡോക്ടർമാരെയൊക്കെ കണ്ടു, ഒത്തിരി മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷെ ഫലപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കഷ്ടകാല സമയത്ത് നമ്മളുടെ ആശുപത്രി ചെന്നാലും എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മൾ എത്ര വിദഗ്ധനായിട്ടുള്ള ഡോക്ടറെ കണ്ടു കഴിഞ്ഞാലും യഥാർത്ഥത്തിലുള്ള രോഗം പോലും കണ്ടുപിടിച്ചൊന്നും വരില്ല. എല്ലാ കാര്യത്തിനും ഒരു തീരുമാനക്കുറവ്, എല്ലാ കാര്യവും പിന്നത്തേക്കുള്ളൊരു മാറ്റിവയ്പ്പ്. ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ നേരത്തെ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കും, നാളെ കാലത്തിന് നേരെ വിപരീതം ചെയ്യും. വളരെ ഉത്തരവാദിത്വത്തോടെ ലോൺ എടുത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സായാലും കാര്യങ്ങളായാലും കണ്ടകശനി കാലത്ത്, പ്രത്യേകിച്ച് കർമ്മസ്ഥാനമായിട്ടുള്ള 10ാം സ്ഥാനത്ത് ശനി വരുമ്പോൾ വലിയൊരു തൊഴിൽ വിഘ്നത്തിനെ പറ്റി പറയുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും വളരെ കഠിനതരമായിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് കണ്ടകശനി, പ്രത്യേകിച്ച് 10ാം ഭാഗത്തെ ശനിയുടെ പ്രത്യേകത. അപ്പോൾ ആ ശനിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു, ആ കണ്ടകശനി നിങ്ങൾ രക്ഷപ്പെട്ടു. 11ാം ഭാഗത്തേക്ക് ശനി വന്നു. 11 ശനി വലിയ ലാഭവും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു സംഭവം എന്നാ വെച്ചാൽ ശരിക്ക് അത്ര ബലത്തിലേക്കല്ല, നീചരാശിയിലേക്കാണ് വന്നേക്കുന്നത്. എങ്കിൽ പോലും കണ്ടകശനിയുടെ വളരെ രൂക്ഷമായിട്ടുള്ള ആ കഷ്ടാവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് വ്യാഴം വളരെ അനുകൂലമായിട്ട് വരികയും ചെയ്തിരിക്കുന്നു. വ്യാഴം 2ൽ കർക്കിടകത്തിൽ ഇരിക്കുന്ന സമയം വളരെ നല്ലതാണ്. ഒക്ടോബറിന് ശേഷം വരുന്ന, അല്ലെങ്കിൽ ഒക്ടോബറോടെ 3ാം ഭാഗത്ത് ചിങ്ങത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം. കടം മേടിക്കുക, കടം കൊടുക്കുക, പെട്ടെന്ന് കയറി ആരെങ്കിലുമൊക്കെ വാക്ക് കേട്ടുകൊണ്ട് പുതിയ വല്ല ബിസിനസ് സംരംഭങ്ങളിലൊക്കെ ഏർപ്പെടുക, പുതിയ പാർട്ട്നേഴ്സിനെ സ്വീകരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം വളരെ സൂക്ഷിക്കണം. മക്കളോടുള്ള ഇടപെടലുകൾ വളരെ നോക്കിയും കണ്ടും വേണം. നമ്മുടെ മക്കളാണ്, നമ്മൾ വളർത്തിയെടുത്ത മക്കളാണെന്നൊന്നും പറഞ്ഞ കാര്യമില്ല. വ്യാഴം സന്താനകാരകനാണ്. വ്യാഴത്തിൻ്റെ ചെറിയൊരു ഡിഫറൻസ് പോലും മക്കളും നമ്മളുമായിട്ടുള്ള ഈ സംഭാഷണങ്ങളിലും പ്രവൃത്തിയിലൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാവും. മക്കൾ പറഞ്ഞ മാതിരി കണ്ടമാനം പൈസ കൈ കൊടുക്കരുത്, പക്ഷെ അത്യാവശ്യ കാര്യത്തിന് പിശുക്ക് കാണിക്കരുത്. പുതിയ കോഴ്സിന് വിടുകയാണെങ്കിലും പുതിയൊരു കല്യാണമല്ല, കല്യാണത്തിന് വേണ്ടിയുള്ള തീരുമാനങ്ങളാണെങ്കിലും
അങ്ങനത്തുള്ള വിഷയങ്ങളിലെല്ലാം നമ്മൾ നോക്കി കണ്ടും ചെയ്യണം. അതുപോലെ വളരെ വിട്ടുവീഴ്ചയോടുകൂടി ഇടപെടുകയും ചെയ്യണം. തമ്മിത്തല്ലിലേക്കോ വഴക്കിലേക്കോ, ഇപ്പം മക്കൾക്കൊക്കെ ജോലിയൊക്കെ കിട്ടി വീട്ടിലൊക്കെ നന്നായിട്ടൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് അവർ ഭാര്യയും അവരുടെ കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ട് പോകണമൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ കുടുംബങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ഇടവരൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലും, സാമ്പത്തിക കാര്യങ്ങളിൽ, അതുപോലെ മക്കളുമായിട്ടുള്ള കാര്യങ്ങളിൽ, കുടുംബജീവിത പ്രശ്നങ്ങളിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും ഈ 3ലേക്ക് വ്യാഴം വരുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന് ഇത്തിരി കാർക്കശ്യമൊക്കെ കൂടുമെന്നാണ് ജ്യോതിഷ പുസ്തകങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച്, വളരെ മനസ്സിനെ നിയന്ത്രിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതുവത്സരത്തിൽ തന്നെ സംഭവിക്കുന്നതായിട്ടുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഡിസംബർ മാസത്തിലുള്ള രാഹുവിൻ്റെ രാശിമാറ്റമാണ്. രാഹുവിൻ്റെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ രാഹു 8ാം ഭാവത്തേക്കാണ് രാശി മാറുന്നത്. രാഹു അഷ്ടമത്തിലേക്കാണ് രാശി മാറുന്നത്. അഷ്ടമത്തിലേക്ക് രാശി മാറുമ്പോൾ ഒരു പരിധി വരെ അഷ്ടമശനിയുടെ 8ാം ഭാഗത്ത് ശനി സഞ്ചരിക്കുന്നത് തുല്യം തന്നെയാണ് രാഹു സഞ്ചരിക്കുന്നത്. രാഹു എന്ന് പറയുന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശനിയാണെന്നാണ് നമ്മുടെ ആശാന്മാരൊക്കെ തമാശ രൂപത്തിൽ ഞങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. ശനി കാണിക്കുന്ന മാതിരിയുള്ള രീതിയിലുള്ള സ്വഭാവങ്ങളൊക്കെ രാഹുവും കാണിക്കും. പക്ഷെ കണ്ടകശനിയൊക്കെ മാറി നിൽക്കുന്നതായിട്ടുള്ള ഈ സമയത്ത് നമ്മളെ അത് കൂടുതൽ എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല. എങ്കിലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മാനസികപരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ, അതുപോലുള്ള രോഗങ്ങൾ, ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ, അതുപോലെ മഴ, കാറ്റ്, ഇടിമിന്നൽ, അതുപോലുള്ള കാര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ആന, അതുപോലെയൊക്കെയുള്ള വലിയ വലിയ ജന്തുക്കൾ, നാഗങ്ങൾ അല്ലെങ്കിൽ പാമ്പുകൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. അപ്പം അതുകൊണ്ട് ഡിസംബർ ആവുമ്പോഴത്തേക്കും സർപ്പപ്രീതിക്ക് ഉതകുന്നതായിട്ടുള്ള വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രദർശനമൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വ്യാഴം ഒരു മഹാപ്രസ്ഥാനമാണ്. വ്യാഴം ഭാഗ്യോദയമാണ്. വ്യാഴം സ്വർഗത്തിൽ നിന്ന് തുറക്കുന്ന ജനലോ വാതിലോ ഒക്കെയാണ്. വ്യാഴം ദൈവദൂതൻ തന്നെയാണ്. അപ്പോൾ ഈ വ്യാഴത്തിന് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത്, ഇത്രയും വലിയൊരു സംഭവം നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അത് അനുഗുണമായിട്ട് തന്നെ മനസ്സിനെ സാത്വിക ബുദ്ധിയായിട്ട് വയ്ക്കുകയും ക്ഷേത്ര ദർശനങ്ങളോ അതേമാതിരി ശ്രേഷ്ഠ ഗ്രന്ഥങ്ങളോ അതേമാതിരി ഭക്തിപരമായിട്ടുള്ള ഉപാസനകളോ ഒക്കെ സ്വീകരിക്കുന്നത് വ്യാഴത്തിനെ കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടി ശക്തിയോടുകൂടി നമ്മളിലേക്ക് സ്വീകരിക്കാൻ വളരെ നല്ലതാണ്. വ്യാഴം സർവേശ്വരകാരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും വ്യാഴം അനുകൂലമാവും. ഏത് മതത്തിൻ്റെ രീതിയിലുള്ള ഏത് ദൈവങ്ങളെയും സർവേശ്വരന്മാരുടെയും കാരകനാണ്. എങ്കിലും ജ്യോതിഷം പറയണത് പൊതുവെ വിഷ്ണു ഭക്തി വ്യാഴത്തിനെ കൂടുതൽ അനുഗുണമാക്കുന്നതാണ്. നമ്മളിപ്പോൾ ഏതൊക്കെ മതത്തിൽ വിചാരിക്കണോ അവരൊക്കെ അവരവരുടെ രീതിയിൽ തന്നെ പ്രവർത്തിച്ചാൽ മതി. വ്യാഴം സർവേശ്വരകാരകനാണ്. പക്ഷെ ഹിന്ദുക്കളായിട്ടുള്ളവരോടൊരു പ്രത്യേക കാര്യം കൂടി പറയുകയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജ്യോതിഷം പറയുന്നത് വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് വ്യാഴത്തിന് ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ്. നമ്മുടെ തൊട്ടടുത്തൊരു ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ അതുപോലെയുള്ള അവതാര വിഷ്ണുക്കളുടെ ഏതെങ്കിലും ഒരു അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചകളിൽ പോയി തൊഴുകയും നെയ്വിളക്ക് വയ്ക്കുകയും നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്താർത്ഥന, പാൽപ്പായസ നിദ്യം അതുപോലെയുള്ള വഴിപാടുകളൊക്കെ വളരെ സിമ്പിളാണ്, വിപുലമായിട്ടുള്ള ഗുണങ്ങളുള്ളതാണ്. ഇത്യാദി വഴിപാടുകളൊക്കെ കാണിക്കുക. അതേമാതിരി നാരായണം ജപിക്കുക. സ്വസ്ഥമായിട്ടിടയിലൊക്കെ എപ്പോഴും നാരായണ മന്ത്രം ജപിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുരുവായൂരോ തിരുപ്പതിയോ ഒക്കെ പോയി തൊഴുവാനൊക്കെ ഭാഗ്യം കിട്ടുന്ന ഒരു സമയമാണ്. അങ്ങനെയൊക്കെ വിനിയോഗിക്കുകയൊക്കെ ചെയ്യണത് കയ്യിൽ വന്ന ഭാഗ്യത്തിനെ ശതഗുണീഭവിപ്പിച്ച് നമുക്ക് നമ്മളിലേക്ക് സ്വരൂപിക്കാൻ സഹായിക്കും. അതേമാതിരി കണ്ടകശനി കാലമാണ്. കണ്ടകശനി മാറുന്നത് ജൂൺ മാസം വരെയുള്ള കാലമാണ്. കണ്ടകശനി മാറുന്നതിന് മുമ്പ് ശിവൻ, അതേമാതിരി പരമശിവൻ, ഹനുമാൻ സ്വാമി, ശാസ്താവ് ഇതിനെയൊക്കെ ശനിയാഴ്ച ദിവസങ്ങളിൽ തൊഴുവണതും അതുപോലെ അനുഗുണമായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. പരമശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല പോലുള്ള കാര്യങ്ങളൊക്കെ ചാർത്തണതും ശബരിമലയ്ക്ക് പോണതും ശാസ്താവിന് നെയ്വിളക്ക് വയ്ക്കുന്നതും
എല്ലാം ശനി അനുഗുണമാക്കാൻ വളരെ നല്ലതാണ്. ശനി പോണ ഒരു പോക്കുണ്ട്. ശനി അതുപോലുള്ള ഗ്രഹങ്ങൾ, ശനി രാഹു പോലുള്ള ഗ്രഹങ്ങളൊക്കെ പോണ പോക്ക് ഇച്ചിരി പ്രശ്നമായിരിക്കും. അപ്പോൾ ആ സമയങ്ങളിൽ ഇങ്ങനെ ഈ ശനീശ്വരന്മാരായിട്ടുള്ള ശനിയെ നമുക്ക് അനുകൂലമാക്കി തരുന്നതായിട്ടുള്ള മേൽപ്പറഞ്ഞ മൂർത്തികളെ തൊഴുവും അതേമാതിരി ഭക്തിയോടുകൂടി ജീവിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ പൊതുവേ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 27 നക്ഷത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട രീതിയിലുള്ള വ്യാഴമാറ്റത്തിൻ്റെ ശരിയായിട്ടുള്ള സുകൃതികൾ അനുഭവിക്കുന്ന കൂറുകാരാണ് മീനക്കൂറുകാർ. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇപ്പോഴത്തെ സമയം, ദശാകാലം, അങ്ങനത്തുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ജ്യോതിഷനെ കൊണ്ട് നോക്കി സമയം കാര്യങ്ങളെല്ലാം തീർച്ചപ്പെടുത്തി അതിനുള്ള പരിഹാരങ്ങൾ കൂടി ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വ്യാഴം രാശി മാറിയാലും കണ്ടകശനിയൊക്കെ മാറിയാലും ജാതകവശാൽ മോശ സമയമാണെങ്കിൽ അതിന് പരിഹാരം ചെയ്തെന്ന് അർത്ഥം. അപ്പോൾ പലരും ഇതേമാതിരി നമ്മുടെ യൂട്യൂബിൻ്റെ കമൻറ്റിലൊക്കെ വന്നിട്ട് പരിഹാരമൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടി അനുഗുണമായിട്ടുള്ള മാർഗം ഈ ചാനലിൻ്റെ അടിയിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ഈ വാട്സപ്പ് നമ്പറിൽ നമ്മളെ കൊണ്ട് നോക്കിക്കാൻ, അത് എന്നെ കൊണ്ട് നോക്കി ഞാൻ പരിഹാരം പറയണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ വാട്സപ്പ് നമ്പറിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം, അതേമാതിരി ജില്ല ഇത്യാദി കാര്യങ്ങൾ നമുക്ക് വളരെയധികം അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ചുരുക്കത്തിൽ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യുക. സമയം പോലെ അധികം വൈകാതെ, തിരക്കൊക്കെയാണ് എന്നാലും നമ്മൾ അതിനുള്ള മറുപടിയും തരുന്നതാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ പുതുവർഷ ഫലങ്ങളെപ്പറ്റി ചുരുക്കത്തിൽ ഇത്തരത്തിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാ രാശിക്കാർക്കും ഈ പുതുവത്സരം വളരെ നന്നായിട്ട് ഭവിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.